സെലിബ്രിറ്റിയുടെ റെസിപ്പി കണ്ട് കഴിക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നി ട്രൈ ചെയ്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ടാലോ. അപ്പൊ ഒരു റെസിപ്പി കാണാം. നമ്മളിവിടെ 1 കിലോ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയ റൈസ് തന്നെ എടുക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 കിലോ ആണ് എടുത്തേക്കുന്നത്. നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 2-3 തവണ ഒന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല അരി എടുക്കണമെന്ന് പറഞ്ഞാലെങ്കിൽ മാത്രമേ നമ്മുടെ റൈസ് പൊട്ടിപ്പോകാതൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ക്യാരറ്റ് ആണ്, അതെന്ത് ഇത് ചെറിയ സ്ക്വയർ രീതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ആണ് കേട്ടോ. അത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാണെങ്കിൽ ഒരു 1/4 വേവൊക്കെ ആയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളിതേ ഒന്ന് കോരി വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ടയും കുറച്ച് കുരുമുളകും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. ആ മുട്ടയൊന്ന് നമുക്കൊന്ന് ക്രംസ് ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നല്ല ക്രംസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു പാനത്തേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് നമ്മുടെ കൈ കൊണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. അപ്പം ബട്ടറും കൂടെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം ബീൻസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും. അപ്പം നമുക്ക് സവാളയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മാഗി ക്യൂബാണ് കേട്ടോ. അപ്പോൾ ഒരു മാഗി ക്യൂബ് ഫുള്ള് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയാണ് കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പും നമ്മുടെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ റൈസ് കണ്ടില്ലേ നന്നായിട്ട് വിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാരങ്ങ നീരൊക്കെ റൈസിൽ ഒഴിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എനിക്കിവിടെ റൈസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാനിവിടെ 2 ലെയറായിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തത്. ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയനാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റൊക്കെ വേണമെങ്കിൽ അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ട്. നോർമൽ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് ഇഷ്ടമില്ലാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമായിട്ട്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ ചില്ലി ചിക്കൻ നമ്മൾ ഇതിനു മുമ്പ് അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.